നമസ്കാരം, ഞാൻ മിൻഹ ജഹാൻ. കടലിലെ മത്സ്യസമ്പത്ത് മനുഷ്യന്റെ ആവശ്യങ്ങൾക്കായി വർദ്ധിച്ചു വരുന്ന ശോഷണത്തിന് വിധേയമാകുന്നു. മത്സ്യസമ്പത്തിന്റെ ശോഷണത്തിനുള്ള കാരണങ്ങൾ ഇവയാണ്. അമിതമായ മത്സ്യബന്ധനം മത്സ്യസമ്പത്തിന്റെ ശോഷണത്തിന് പ്രധാന കാരണമാണ്. ആധുനിക രീതിയിലുള്ള മത്സ്യബന്ധന ഉപകരണങ്ങളുടെ ദുരുപയോഗം മത്സ്യങ്ങളുടെ ലഭ്യതയിൽ വളരെയധികം കുറവുണ്ടാക്കുന്നു. ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മത്സ്യബന്ധനം മത്സ്യക്കുഞ്ഞുങ്ങളുടെ നിലനിൽപ്പിനെയും ബാധിക്കുന്നു. വലിയ യന്ത്രവൽകൃത ബോട്ടുകൾ ഉപയോഗിച്ച് വൻതോതിൽ മത്സ്യബന്ധനം നടത്തുമ്പോൾ കടലിലെ വെള്ളം മലിനമാവുകയും മത്സ്യങ്ങളുടെ വളർച്ചയ്ക്ക് ഇത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു. കടലിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഏറ്റവും വലിയ ഭീഷണിയാണ് ആഗോളതാപനം. മതിയായ മത്സ്യസംരക്ഷണ നിയമങ്ങളുടെ അപര്യാപ്തത മത്സ്യത്തിന്റെ ശോഷണത്തിനുള്ള മറ്റൊരു കാരണമാണ്. കടലിൽ മാലിന്യങ്ങൾ തള്ളുന്നത് കടൽ മലിനമാകുന്നത് കാരണമാകുന്നു. ഞാൻ നിഫ. മത്സ്യസമ്പത്തിന്റെ ശോഷണം തടയാനുള്ള മാർഗങ്ങളാണിവ. മത്സ്യബന്ധന നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കുകയും മത്സ്യബന്ധന പരിധികൾ നിശ്ചയിക്കുകയും ചെയ്യുക. മത്സ്യസംരക്ഷണ പ്രദേശങ്ങൾ സ്ഥാപിക്കുക. ഈ പ്രദേശങ്ങൾ മത്സ്യങ്ങൾക്ക് സുരക്ഷിതമായ ആവാസ വ്യവസ്ഥ നൽകുന്നു. പരിസ്ഥിതി സൗഹൃദമായ മത്സ്യബന്ധന ഉപകരണങ്ങൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുക. മത്സ്യസമ്പത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുക. മത്സ്യസംരക്ഷണ നിയമങ്ങൾ നടപ്പിലാക്കുകയും അത് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അധികൃതരുമായി ബന്ധപ്പെട്ട മാലിന്യ സംസ്കരണത്തിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക. താങ്ക് യു.